നമസ്കാരം. ഇന്നത്തെ വിഷയം പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പണത്തിന് പിന്നാലെ ഓട്ടത്തിലാണല്ലോ. എല്ലാവരും എങ്ങനെ പണം ഉണ്ടാക്കാം, എത്രയൊക്കെ പണം ഉണ്ടാക്കാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ പണം ഉണ്ടായിട്ടും ജീവിതത്തിലൊരു ശാന്തതയോ ഒരു സമാധാനമോ കിട്ടാത്ത എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റിനെ പറ്റി പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പണം ഉണ്ടായിട്ടും ഒരു മനസ്സമാധാനം കിട്ടാത്ത ആൾക്കാർ എങ്ങനെ പണം ചെലവഴിക്കാമെന്നോ, എങ്ങനെ പണത്തെ സൂക്ഷിക്കാമെന്നോ, എങ്ങനെ പണത്തെ പറ്റി പഠിക്കാത്തവരാണ് ഇങ്ങനെ പേടിക്കുന്നത്. അപ്പോൾ എന്താണ് പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ്? നമുക്ക് എല്ലാവർക്കും ഗോൾസ് ഉണ്ടാകുമല്ലോ. അതോരോ എയിം വെച്ച് നമ്മൾ പൂർത്തീകരിക്കുന്നതാണ് ഈ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റിലൂടെ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തുള്ളതാണ്. ഒരാളുടെ പേര് ഗൗതം എന്നും ഒരാളുടെ പേര് അഭിനവ് എന്നുമാണ്. അഭിനവിന് ആകെ 20,000 രൂപ മാത്രമേ ശമ്പളം കിട്ടുന്നുള്ളൂ. എന്നാൽ ഗൗതത്തിന് 1,00,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൗതം എന്തെന്ന് വെച്ചാൽ 1,00,000 രൂപ ശമ്പളം കിട്ടുന്നതുകൊണ്ട് തന്നെ അയാൾ പുതിയ ഐഫോണും പുതിയ കാറും 3 വർഷം കൂടുമ്പോൾ കാറും എല്ലാ വർഷം ഇറങ്ങുന്ന ഐഫോണും എല്ലാം മാറ്റി എടുത്തുകൊണ്ടേയിരുന്നു. അനാവശ്യമായ ലോണും എല്ലാം അയാൾ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾ ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കും അയാളുടെ ബാങ്ക് ബാലൻസ് 0-ലേക്കും അയാൾ വലിയ കടക്കണിലേക്കും വീഴുകയാണ് ഉണ്ടായത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ അഭിനവനെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ആകെ 20,000 രൂപ മാത്രമേ ശമ്പളം കിട്ടുന്നുള്ളൂ. എന്നാൽ ആ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അദ്ദേഹം ഇൻഷുറൻസ് എടുക്കുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും എല്ലാം അദ്ദേഹം ആ പൈസ കൊണ്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് സുഖമാവുകയും പിന്നീട് അദ്ദേഹം സുഖമായി ജീവിക്കുകയും പിന്നെ ഒരു ലോണോ ഒരു കടബാധ്യതകളോ ഇല്ലാതെ അദ്ദേഹം മുൻപോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര കിട്ടുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, അത് എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു, എത്രത്തോളം ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഏതൊരാൾക്കും ബേസിക്കായും വേണ്ട ഒരു അറിവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഈ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റും ഉണ്ട്. അതിലൊന്നാമത്തെയാണ് നമ്മുടെ ഇൻകം. അപ്പോൾ ഇത് എത്രത്തോളം ഇൻകം കൂടുന്നുവോ നമ്മുടെ ജീവിതം അത്രത്തോളം സുഖകരമായി മാറും. പിന്നീട് സേവിങ്സ്. അപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കാൻ വേണ്ട ഒരു എമൗണ്ടാണ് ഈ സേവിങ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യമായി മാറ്റുകയോ അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും പറ്റുകയോ അപ്പോൾ അങ്ങനത്തെ അത്യാവശ്യമായ സാഹചര്യത്തിൽ നമുക്ക് കടമെടുക്കാതെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സേവിങ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നമുക്ക് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല സാധനമാണ്. അത് വേണ്ടാത്ത രീതിയിൽ അനാവശ്യമായി എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും മോശം സാധനമാണ്. അതായത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ലോൺ എന്ന് പറയുന്നത്. പിന്നീടുള്ളതാണ് ഈ ഇൻഷുറൻസ്. അപ്പോൾ നമ്മളെന്തെങ്കിലും അത്യാവശ്യ അതായത് ഹെൽത്തിൻ്റെ കാര്യമായാലും വണ്ടിയുടെ കാര്യമായാലും നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് കരുതി വെക്കേണ്ടതാണ്. നമുക്ക് എപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. പിന്നെയാണ് ടാക്സ്. നമ്മൾ ചെറിയൊരു ശതമാനം ഗവൺമെൻറ്റിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ ടാക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിലേക്ക് നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ സുഖമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇവയൊക്കെയാണ് ഈ പോയിന്റ്സുകൾ. അപ്പോൾ നമുക്ക് ഈ പേഴ്സണൽ ലൈഫ് മാനേജ്മെൻറ്റിൽ പ്രധാനമായും 2 പോയിന്റ്സാണ് ഉള്ളത്. ഒന്നാമത്തെ വെച്ചാൽ നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഈ 7 പോയിന്റ്സ് വെച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവയൊക്കെയാണ് ഈ 2 പോയിന്റുകൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു ലൈഫല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മളത് അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് അടിച്ചുപൊളിച്ച് ജീവിക്കണം. പക്ഷേ നമ്മൾ ഭാവിയിലേക്കും കൂടി കരുതി വെച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറഡോണയും അമിതാഭ് ബച്ചനും പോലെയുള്ള വലിയ പ്രശസ്തർ അവർക്ക് ഇഷ്ടംപോലെ പണം കിട്ടുന്നുണ്ടെങ്കിലും അവർ അവസാനം വലിയ കടക്കണിയിൽ ചെന്ന് ചാടി ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവർക്ക് കിട്ടുന്ന പൈസ എങ്ങനെ വേണ്ട രീതിയിൽ ചെലവാക്കാമെന്നും
എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്നും ഉള്ള അറിവില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. പിന്നെ വേറെ വരുന്നൊരു ചോദ്യമാണ്, എനിക്ക് ആകെ അത്രയും പൈസ കിട്ടുന്നുള്ളൂ, അപ്പോൾ ഞാൻ എവിടുന്ന് ഈ സേവ് ചെയ്യും, എവിടുന്ന് ഇൻഷുറൻസ് അടയ്ക്കും, എവിടുന്ന് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മിതമായി ചെയ്യുകയും ബാക്കിയുള്ള പൈസ നാളത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖകരമായി പോകുന്നതിന് ചെയ്യാം. ഈ പേഴ്സണൽ ലൈഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് എല്ലാവർക്കും പഠിക്കേണ്ട സാധനം തന്നെയാണ്. അതായത് ബേസിക്കായിട്ട് ABCD പഠിക്കുന്ന പോലെ തന്നെ പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഈ പേഴ്സണൽ ലൈഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾസാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു iPhone വാങ്ങുക, അതായത് പുതിയ കാർ വാങ്ങുക എല്ലായിരിക്കണം നമ്മുടെ ഗോൾ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബാധ്യതകളും ഇല്ലാതെ മുൻപോട്ട് പോവുക, അതായത് പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് സുഖകരമാവുക എന്നിവയൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രധാനമായും നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആൾക്കാരൊക്കെ ഇതിനൊക്കെ എടുത്ത് ചാടാൻ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രെൻഡ്സാണ്. അപ്പോൾ ഈ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടുന്ന വരുമാനം മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതും വലിയൊരു അവസ്ഥ തന്നെ, വലിയൊരു ദുരന്തം തന്നെയാണ്. അപ്പോൾ ഇവയൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നതാണ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആഘോഷിക്കണ്ടേ അപ്പോൾ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ആഘോഷിക്കുകയും വേണം. പക്ഷേ നമ്മൾ 10, 70, 80 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ. അങ്ങനത്തെ ഈ ശാസ്ത്രത്തിലൊക്കെ അത്രയും വളർച്ച എത്തിയല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും 10, 80, 90 വയസ്സ് വരെയൊക്കെ ഈ കാലത്ത് ജീവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാലം വരെ ജീവിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആഘോഷിക്കാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ കുറേ പേർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിലവാക്കുന്നത് വെച്ചാൽ കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തതും പിന്നെ വീട്ടിൽ നിന്നും ഈ ബന്ധുക്കളിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഇതൊന്നും ലഭിക്കാത്തത് കൊണ്ടും പിന്നെ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ iPhone മേടിക്കണം എന്ന് പറയുമ്പോൾ അവർക്കറിയാം മേടിച്ചാൽ ലോൺ എടുക്കണം പിന്നീട് അത് ബാധ്യതയാവുന്നൊക്കെ. പക്ഷേ എന്നാലും അവർക്ക് അവരുടെ ഇമോഷൻസിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് വേണം ഇവയൊക്കെ നേടാൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.